ജില്ലയിൽ കാലവർഷം കുറഞ്ഞതോടെ പ്രതിസന്ധിയിലായി തമിഴ്നാട്ടിലെ കർഷകർ. മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളത്തെ ആശ്രയിച്ച് കൃഷിയിറക്കുന്ന 5 ജില്ലകളിലെ കാർഷിക മേഖലയാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇതോടെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്ന ആവശ്യം തമിഴ്നാട്ടിൽ ശക്തമാവുകയാണ്. മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴയിൽ ഗണ്യമായ കുറവുണ്ടായി. ഇപ്പോൾ ഡാമിലെ ജലനിരപ്പ് 112 അടിയാണ്. ഇതോടെ തമിഴ്നാട്ടിലെ കർഷകരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. തമിഴ്നാട്ടിലെ തേനി, മധുര, ദിണ്ടിഗൽ, ശിവഗംഗ, രാമനാഥപുരം എന്നീ 5 ജില്ലകളിൽ കൃഷിയിറക്കാൻ കർഷകർക്ക് കഴിഞ്ഞിട്ടില്ല. ജൂൺ ആദ്യവാരത്തിലാണ് കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളം തുറന്നുവിടുന്നത്. ഡാമിലെ ജലനിരപ്പ് കുറവായതിനാൽ കുടിവെള്ളത്തിനാവശ്യമുള്ള വെള്ളം മാത്രമേ ഇപ്പോൾ തമിഴ്നാട് കൊണ്ടുപോകുന്നുള്ളൂ. 1,47,000 ഏക്കർ സ്ഥലത്ത് കൃഷിക്കായി നിലമൊരുക്കാൻ പോലും കർഷകർ പാടുപെടുകയാണ്. முல்லைப்பெரியாரை நம்பி நாங்கள் வாழ்ந்துக்கிட்டு இருக்கோம். இது ஜூன் 1ஆம் தேதி தண்ணி திறந்து விடுவாங்க வழக்கமாக, எப்போ எந்த வருஷமெல்லாம். அதை நம்பி நாங்கள் இந்த பல ஏக்கர் நிலங்களை உழவடை செஞ்சு விவசாயம் நாற்று போட்டு அதை அடுத்த ஒரு மாதத்தில் விவசாயத்துக்கு பயன்படுத்துவோம். பல லட்சக்கணக்கான மக்கள் இந்த விவசாயத்தை நம்பி இருக்குது. பாருங்கள், இந்த நிலத்தை பூரா பாருங்கள் எப்படி தரிசாக கிடக்குன்னு பாருங்கள். இதே மாதிரி சூழ்நிலை போனால் விவசாயம் பண்ணுறதே எதிர்பார்க்க முடியாது. കാലവർഷം പ്രതീക്ഷിച്ച് തമിഴ്നാട്ടിലെ വൈഗ ഡാമിലെ വെള്ളം തുറന്നുവിട്ടതും കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയായി. ജലക്ഷാമം രൂക്ഷമായതോടെ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഇപ്പോൾ 142 അടി വരെ ജലനിരപ്പ് ഉയർത്താം. എന്നാൽ റൂൾ കർവ് പാലിക്കുകയും വേണം. ഡാമിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്നാണ് തമിഴ്നാട്ടിലെ കർഷകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.